പരിശുദ്ധ ഹറമിലും പലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഗസ എന്ന പേര് പറയാതിരിക്കുവാൻ പല മുനാഫിക്കുകളും ശ്രദ്ധിക്കുന്നുണ്ട്. ഗസ എന്ന പേര് പറയാതിരിക്കുവാൻ പല മുനാഫിക്കുകളും ശ്രദ്ധിക്കുന്നുണ്ട്. اللهم انصر إخواننا في غزة وامنحهم التوفيق والتمكين والعزة. اللهم انصر إخواننا في غزة وامنحهم التوفيق والتمكين والعزة. ഈ കാലഘട്ടത്തിൽ മുനാഫിക്കുകളുടെ കൂടി ആയുധമാണ് പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഗസ എന്ന പേര് പറയുവാൻ അവർക്ക് സാധ്യമല്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. അതിന്റെ പിന്നിലുള്ള കാപട്യം ലോകത്തിന് മുഴുവൻ അറിയാം. അതിനുള്ള ധൈര്യം അവർക്കില്ല. اللهم انصر إخواننا في غزة وامنحهم التوفيق والتمكين والعزة. അതിനുള്ള ധൈര്യം അവർക്കില്ല. اللهم انصر إخواننا في غزة وامنحهم التوفيق والتمكين والعزة. ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും എന്നല്ല പലസ്തീനികൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് പലസ്തീനികൾക്ക് വേണ്ടി കണ്ടമിടറി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ആകാശമുട്ടെ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന കുറേയധികം മുനാഫിക്കുകളുള്ള ഒരു ലോകത്താണ് നാം നമ്മുടെ പ്രാർത്ഥന നടത്തുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന മുനാഫിക്കുകളുടെ പ്രാർത്ഥനയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇസ്ലാമിക ലോകത്ത് നിഫാത്ത്, കാപട്യം, മദീനയിലെ മുനാഫിക്കുകളെ വെല്ലുന്ന വിധത്തിലുള്ള മുനാഫിക്കുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.